നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സഞ്ജു, നീ വെറുതെ മണ്ടത്തരൊന്നും കാണിക്കാൻ നിൽക്കരുത്. ഒരു പോലീസുകാരി അപായപ്പെടുത്താൻ ശ്രമിച്ച ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ നിനക്കെതിരെ തിരിയും. പിന്നെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആണോ? എന്നിട്ട് മാധവൻ മരിച്ചിട്ടും ആരും ഒരു ചെറു വിരൽ പോലും അനക്കിയില്ലല്ലോ. അതെന്താ? മാധവൻ മരിച്ചത് ഒരു ആക്സിഡന്റിലാണെന്നാ എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. മഞ്ജുവിന്റെ മരണത്തിലും അങ്ങനെ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. മഞ്ജുവിനെ കെട്ടിത്തൂക്കിയിട്ടതിന് ശേഷം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കണം. പോലീസ് പണി വളരെ ബുദ്ധിമുട്ടുള്ളതല്ലേ. അതിന്റെ സ്ട്രെസ്സും വീട്ടിലെ പ്രശ്നങ്ങളും കാരണം അവൾ ആത്മഹത്യ ചെയ്താണെന്ന് വരുത്തി തീർക്കാം. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഏതെങ്കിലും ഡ്രൈവർമാരെ കൊണ്ട് വണ്ടി ഇടിപ്പിച്ച് കൊന്നാലും മതി. ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞാൽ പോരെ. സഞ്ജു, ഇത് വേണ്ട പ്രശ്നമാവും. സാരമില്ല, ഞാൻ സഹിച്ചോളാം. നീ എല്ലാം കേട്ട് കാണുമല്ലേ? മോളെ, ഇവനോട് ഇങ്ങനൊന്നും ചെയ്യണ്ടെന്ന് പറ. അപ്പോ നീ മഞ്ജുവിനെ കൊന്ന് കെട്ടിത്തൂക്കാൻ പോവാണോ? അതെ. നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ? ഞാൻ ജനിച്ചത് തന്നെ നിന്നെ എതിർക്കാനാണെന്നാ എന്റെ ഒരു വിശ്വാസം. അപ്പോ ഇതിനെക്കുറിച്ച് ഗിരിയോട് പറഞ്ഞ് പാര വെക്കാനായിരിക്കും നിന്റെ പരിപാടി? അല്ല, ഈ കാര്യത്തില് ഞാൻ നിന്റെ കൂടെയാ. മഞ്ജു തീരണം. അവളാണ് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവളെ ഒഴിവാക്കിയ നമ്മൾ രണ്ടുപേർക്കും സമാധാനമായിട്ട് ജീവിക്കാം. എന്താ മോളെ ഇത്? നീയും അവനെ പോലെ സംസാരിക്കാൻ തുടങ്ങിയോ? എനിക്ക് ചാച്ചു പറയുന്ന പാരവെപ്പും കുശുമ്പ് പറച്ചിലും ഒക്കെ ചെയ്ത് മതിയായി. ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ മഞ്ജു ജീവനോടെ ഉണ്ടാകരുത്. അതിന് എന്ത് വഴി സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. കാലക്കി, ഇപ്പോഴാണ് നീ എന്റെ അനിയത്തെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത്. നമുക്ക് കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യാം. വാ.